രാഷ്ട്രീയത്തിലെ നിത്യഹരിത പോരാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. KSU കാലഘട്ടം മുതൽ ഐ ഗ്രൂപ്പിന്റെ നട്ടെല്ലായി പ്രവർത്തിച്ച അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി കയറ്റിറക്കങ്ങൾ കണ്ടിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ഈ സമയം ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരുന്നു. 2021 തിരിച്ചടിക്ക് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. എന്താണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി? 2026 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നഷ്ടമാകാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെയാണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പ്രവേശനം. 1980-85 കാലഘട്ടത്തിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, NSUI ദേശീയ പ്രസിഡന്റ്, ബാലജന സഖ്യം സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ചെന്നിത്തല 1982 ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 1986 K. കരുണാകരൻ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി രമേശ് ചെന്നിത്തല വളർന്നു വരികയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ കരുത്തെന്നും അദ്ദേഹത്തിന്റെ മണ്ഡലമായ ഹരിപ്പാട് തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പിനും 20,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. UDF തരംഗമുണ്ടായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഹരിപ്പാട്. ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഇപ്പോഴും കുറവില്ലെന്നും ഈ വിജയം തെളിയിക്കുന്നു. എങ്കിലും വ്യക്തിപരമായ വിജയത്തെക്കാൾ പാർട്ടിയിലെ കൂട്ടായ നേതൃത്വത്തിനാണ് ഹൈക്കമാൻഡ് ഇത്തവണ മുൻഗണന നൽകിയത്. UDF ഭൂരിപക്ഷം നേടിയതോടെ കേരളം ഉറ്റുനോക്കിയത് 3 പ്രധാന പേരുകളിലേക്കായിരുന്നു. VD സതീശൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ മികച്ച പ്രകടനം. രണ്ടാമത്തെയാൾ KC വേണുഗോപാൽ, ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധവും സംഘടനാ ശേഷിയും. മൂന്നാമത്തെയാൾ രമേശ് ചെന്നിത്തല, അനുഭവ സമ്പത്തും ഗ്രൂപ്പ് സമവാക്യങ്ങളും അനുകൂലമാക്കിയ നേതാവ്. ഇതിൽ ചെന്നിത്തലയ്ക്ക് വിനയായത് ഹൈക്കമാൻഡിന്റെ പുതുമുഖ താല്പര്യമായിരുന്നു. 2021 തോൽവിക്ക് ശേഷം പാർട്ടിയെ നവീകരിക്കാൻ ശ്രമിച്ച VD സതീശന് യുവതലമുറയുടെയും സോഷ്യൽ മീഡിയയുടെയും വലിയ പിന്തുണ ലഭിച്ചു. ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ അവസാന ഊഴമാണെന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ മുസ്ലിം ലീഗിനുള്ള പങ്കും വളരെ വലുതാണ്. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗ് ഇത്തവണ ആരെ പിന്തുണയ്ക്കും എന്നത് നിർണായകമായിരുന്നു. മുൻകാലങ്ങളിൽ രമേശ് ചെന്നിത്തലയുമായി ലീഗിന് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ VD സതീശന്റെ മതേതര പ്രതിച്ഛായയും എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവും ലീഗിനെ ആകർഷിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് സതീശന്റെ പ്രവർത്തന ശൈലിയോടായിരുന്നു താല്പര്യം. ഘടക കക്ഷികൾക്കിടയിൽ നടന്ന രഹസ്യ വോട്ടെടുപ്പിലും സതീശന് മുൻതൂക്കം ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇത് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടിയായി. കൂടാതെ NSS പോലുള്ള സാമുദായിക സംഘടനകൾക്ക് ചെന്നിത്തലയോടുള്ള താല്പര്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലർ ആയുധമാക്കി. ഒരു പ്രത്യേക സമുദായത്തിന്റെ നേതാവായി മാത്രം അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നത് ഗുണകരമാകില്ലെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിയത്. ഒരു കാലത്ത് A ഗ്രൂപ്പും I ഗ്രൂപ്പും തീരുമാനിക്കുന്നതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്. രമേശ് ചെന്നിത്തല I ഗ്രൂപ്പിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ A ഗ്രൂപ്പ് ദുർബലമാവുകയും K. സുധാകരനും VD സതീശനും ചേർന്ന ഒരു സെമി കേഡർ ശൈലിയിൽ പാർട്ടി കൊണ്ടുവരികയും ചെയ്തു. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയേക്കാൾ വിശ്വസ്തനായ ഒരാളെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധം VD സതീശനും KC വേണുഗോപാലിനും തുണയായി. ചെന്നിത്തലയെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാനാണ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്. CWC അംഗമായ അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ റോളുകൾ നൽകി തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കം. മുഖ്യമന്ത്രി പദം കൈവിട്ടുപോയ സാഹചര്യത്തിൽ ചെന്നിത്തലയുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ ഇനി എന്തൊക്കെയായിരിക്കും? ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരം പോലുള്ള പ്രധാന വകുപ്പുകൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ പദവിക്ക് ചേർന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും സംസ്ഥാന ഘടകങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നണിയെ നയിക്കാനുള്ള ഉത്തരവാദിത്വവും ചെന്നിത്തലയ്ക്ക് ലഭിച്ചേക്കാം. പക്ഷേ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കേരള മുഖ്യമന്ത്രി പദമെന്നത് ഒരു സ്വപ്നമായിരുന്നു. 2011 ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വഴിമാറിയതും 2016 ഭരണം നഷ്ടമായതും 2021 പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ മികച്ച പോരാട്ടങ്ങൾക്കൊടുവിൽ അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലെന്ന തോന്നൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിലുണ്ട്.
രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് 2026 ഒരു അവസാനമല്ല, മറിച്ചൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഭരണാധികാരി എന്ന നിലയിലല്ലെങ്കിലും പാർട്ടിയിലെ ഭീഷ്മാചാര്യർ എന്ന പദവിയിലേക്കാണ് അദ്ദേഹം ഉയരുന്നത് എന്നാണ് അണികൾ പറയുന്നത്. VD സതീശന് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് അനിവാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയുടെ പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും വരും വർഷങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ അധികാരത്തിന് പുറത്തായാലും രമേശ് ചെന്നിത്തല ഒരു നിർണായക ശക്തിയായി തന്നെ തുടരും.